കഴിഞ്ഞ 26 വർഷമായി കേരളത്തിൽ പുതിയ മദ്യനിർമ്മാണ സ്ഥാപനങ്ങൾ അനുമതി കൊടുക്കേണ്ട എന്ന തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം മാറി മാറി വന്ന ഗവൺമെന്റുകൾ നയപരമായ തീരുമാനമാക്കി മാറ്റി. ഈ നയപരമായ തീരുമാനത്തിന് എവിടെയാണ് മാറ്റം ഉണ്ടാക്കിയത്? ഇത് എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് റോളാണ് ഈ കാര്യത്തിലുള്ളത്? മുഖ്യമന്ത്രിക്ക് എന്ത് റോളാണ് ഈ കാര്യത്തിലുള്ളത്? ഇതാരും അറിയാതെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു സുതാര്യതയും ഇല്ലാതെ എന്തിനാണ് ഇത് ചെയ്തത്? എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത്? ഒയാസിസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഈ കമ്പനിയെ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്? ഇത് ഗവൺമെന്റ് വ്യക്തമാക്കണം. കാരണം ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇങ്ങനെ ബ്രൂവറി ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയായി മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമുയർത്തിനെ തുടർന്നാണ് അതിൽ നിന്ന് പിന്മാറിയത്.